വില എന്താണെന്ന് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഗസ്റ്റായിട്ട് എടുക്കുന്നു. സാർ വളരെ വർഷം അവിടെ വന്ന് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഒന്നാം തരം അടിത്തറയാണ് ഉണ്ടായത്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സംഗീത ഭാരതിയിലും സാറ് വന്ന് 3-4 വർഷം പഠിപ്പിച്ചിരുന്നു. എത്ര പേരാണെന്നോ, നന്നായിട്ട് പാടുന്ന എത്ര പേരാണെന്നോ അവിടെ വന്ന് പഠിച്ചത്. ഈ ഭാമിയൊക്കെ അതിലുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു പ്രഭാകരൻ സാറിൻ്റെ. സാറ് കല്യാണം പോലും കഴിച്ചിട്ടില്ല, കുട്ടികളില്ല. അപ്പോൾ ആ എല്ലാ സമയവും പാട്ട് 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 എന്നുള്ള ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. വളരെയധികം കച്ചേരികൾ ബോംബെയിലും നമ്മുടെ കുമാരകേരളവർമ്മയുമായിട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാമനുമായിട്ടും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. ആ കച്ചേരികളെല്ലാം കേൾക്കേണ്ട കച്ചേരികളാണ്, അതെല്ലാം എടുത്തു വയ്ക്കേണ്ട കച്ചേരികളാണ് എന്നേ എനിക്ക് പറയുവാനുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കമ്പോസർ കൂടിയായിരുന്നു. എത്രയോ കീർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ കീർത്തനങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ നമ്പൂതിരിക്കാണ് അറിയാവുന്നത്. അപ്പോൾ ഗോവിന്ദൻ നമ്പൂതിരിയുടെ ഒരു കച്ചേരി സംഗീത ഭാരതിയിൽ സാറിൻ്റെ മാത്രം തീമാറ്റിക്കായിട്ട് ഒരു തീം എന്ന രീതിയിൽ വെക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ്. ഞാനും വേണുവിനോടത് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സംഗീതമേ ഉള്ളൂ, സംഗീതമേ ജീവിതം. അതായിരുന്നു പ്രഭാകരൻ സാറിൻ്റെ ഒരു കാര്യം.